സ്ലൊവേനിയയിലെ ലുബ്ലിയാനയിൽ നിന്നും ഓസ്ട്രിയയിലെ ഗ്രാസ് എന്ന ചരിത്ര നഗരത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. നേരം സന്ധ്യയാവുന്നു. അന്തരീക്ഷത്തിൽ മഞ്ഞിൻ്റെ ഒരു നേർത്ത പടലമുണ്ട്. സവീനിയ നദിയുടെ തീരത്തുകൂടിയാണ് ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അധികം യാത്രികരില്ല. ഉണ്ടായിരുന്നവരിൽ പലരും പല സ്റ്റേഷനുകളിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സവീനിയ നദിയുടെ ഓരം പറ്റിയാണ് കുറേ ദൂരം ട്രെയിൻ യാത്ര. റിംസ്കെ ടോപ്ലിസ് പട്ടണത്തിൻ്റെ പ്രാന്തഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ചെറിയൊരു പട്ടണമാണത്. അവിടം പിന്നിടുന്നതോടെ ലാഷ്കോ എന്നൊരു പ്രദേശത്തേക്കെത്തുകയായി. ലാഷ്കോ വലിയൊരു മുനിസിപ്പാലിറ്റിയാണ്. അതിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഈ പട്ടണം. ഒരു വ്യവസായ കേന്ദ്രവും ടൂറിസം സെൻറ്ററുമാണ് ലാഷ്കോ. ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ പ്രശസ്തമായ സ്പാ ടൗൺ. ഒരു മലയോര പട്ടണമാണിത്. ധാരാളം ചൂട് നീരുറവുകളുള്ള പ്രദേശം. 1818 ഗ്രാസിലെ ഒരു ദിനപത്രം ഇവിടുത്തെ ചൂട് നീരുറവുകളുടെ രോഗശമന ഗുണത്തെക്കുറിച്ച് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചെന്നും അതോടെ ലാഷ്കോ യൂറോപ്പിലെങ്ങും പ്രശസ്തമായെന്നുമാണ് ചരിത്രം. എൻ്റെ സഹയാത്രികരായി ഇനി 1-2 പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ലാഷ്കോ പട്ടണത്തിലെ ഫാക്ടറികളും ഗോഡൌണുകളുമെല്ലാം പിന്നിടുന്നു. പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ് ലാഷ്കോ. സമതലങ്ങൾ പുല്ലുപിടിപ്പിച്ചിട്ടിരിക്കുന്നു. വിന്ററിന്റെ സായന്തനത്തിലും ലാഷ്കോ പട്ടണത്തിന് ഒരു കാൽപ്പനിക ഭാവമുണ്ട്. ട്രെയിൻ ബോഗിക്കകം സജീവമൊന്നുമല്ല. പലയിടത്തു വെച്ചും കാണാം സവീനിയ നദിയെ. ട്രെയിൻ ഇപ്പോൾ സെലിയെ പട്ടണത്തിൻ്റെ പ്രാന്തഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. സ്ലൊവേനിയയിലെ 3ാമത്തെ വലിയ പട്ടണമാണ് സെലിയെ. സെലിയയുടെ ബൃഹത്തായ റെയിൽവേ യാർഡിലേക്ക് വണ്ടി കയറി. ഓസ്ട്രിയൻ സതേൺ റെയിൽവേ എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ മേഖലയിലെ റെയിൽവേ ശൃംഖലയുടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ കൂടിയാണ് ഇത്. പള്ളിഗോപുരങ്ങളും വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളുമെല്ലാം പുറത്തു കാണുന്നു. 2 ദിവസം മുൻപ് ഒരു സായന്തനത്തിൽ സെലിയെ പട്ടണത്തിലൂടെ ഞാനൊന്ന് നടന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയുടെ വേഗം കുറഞ്ഞു. തരക്കേടില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ. പട്ടണത്തിനുമേൽ ഇരുട്ട് വ്യാപിക്കുകയാണ്. യൂറോപ്പിൽ ഒരു മഞ്ഞുകാലത്തിൻ്റെ സായന്തന കാഴ്ച രസകരമാണ്. നല്ല തണുപ്പുണ്ടാവും. ചെറിയ മൂടൽമഞ്ഞും. പട്ടണ വഴികളിലൊന്നും അധികം ആളുകളെ കാണില്ല. ഉള്ളവരാകട്ടെ വീട് പറ്റാനുള്ള വ്യഗ്രതയിൽ ധൃതിയിൽ പോകുന്നത് കാണാം. സെലിയെ പട്ടണത്തിൽ അല്പനേരം നിർത്തിയ വണ്ടി വീണ്ടും യാത്ര തുടരുകയാണ്. 2ാം ലോകമഹായുദ്ധകാലത്ത് നാസി ക്രൂരത ഏറ്റുവാങ്ങിയ പട്ടണമാണ് സെലിയെ. 20-നും 30-നും മധ്യേ പ്രായമുള്ള 575 പേരാണ് ഇവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. 1500 പേർ സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. അധികം താമസിയാതെ വണ്ടി മാരിബോർ പട്ടണത്തിലേക്ക് എത്തി. ലുബ്ലിയാനയിലേക്ക് പോകും വഴി ഞാൻ ട്രെയിൻ മാറിക്കയറിയത് മാരിബോറിൽ വച്ചായിരുന്നു. പക്ഷേ ഇത്തവണ മാറിക്കയറേണ്ടതില്ല. ലുബ്ലിയാനയിൽ നിന്നും വിയന്നയിലേക്ക് നേരെ പോകുന്ന ട്രെയിനാണിത്. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മാരിബോറിലേത്. ഇവിടെ വണ്ടി അല്പനേരം നിർത്തും. സ്റ്റേഷനിൽ നിന്നപ്പോഴേക്കും എൻ്റെ ട്രെയിനിൽ അവശേഷിച്ചിരുന്ന ഏതാനും പേരും ഇറങ്ങിപ്പോയി. അവർ പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് പല വഴിക്ക് അപ്രത്യക്ഷരാകുന്നു. മാരിബോറിൽ നിന്നും ബോഗിയിലേക്ക് കുറച്ചാളുകൾ കയറി വന്നിട്ടുമുണ്ട്. ഒരു ജംഗ്ഷനാണ് മാരിബോർ. ക്രൊയേഷ്യയിൽ നിന്നും മറ്റും വന്ന് ട്രെയിൻ മാറിക്കയറുന്നവരാണ് ഇവരിലധികവും. ഞാൻ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് ബോഗിയിലേക്ക് നടന്നു. നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഷൂട്ടിങ്ങിനിടയിൽ അക്കാര്യം ഗവനിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാവിലെ ചെറിയ തോതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിറങ്ങിയതാണ്. നഗരത്തിലൂടെ നടന്ന് കാഴ്ചകൾ ചിത്രീകരിച്ച ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ പിടിക്കുകയായിരുന്നു. റെസ്റ്റോറൻറ്റ് ബോഗിയിൽ ഒരു സ്ത്രീയെ മാത്രമാണ് കണ്ടത്. പാൻട്രിയിൽ ചുമതലക്കാരാരെയും കാണുന്നുമില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കെ കിച്ചണിൽ ഒരാളനക്കം. വെള്ള ഷർട്ടും കറുത്ത പാൻസുമൊക്കെ ധരിച്ച ഒരു സുന്ദരൻ. ട്രെയിനിലെ കുശിനിക്കാരനാണ്. കുറച്ചുനേരം കാത്തുനിന്നപ്പോഴേക്കും അദ്ദേഹം വന്നു. കഴിക്കാൻ വേണമെങ്കിൽ അല്പം ബിസ്ക്കറ്റ് തരാമെന്നായി അടുക്കളക്കാരൻ. ചൂടുള്ള ഭക്ഷണമൊന്നുമില്ല. ഒരു ചായ ഞാൻ ആവശ്യപ്പെട്ടു. ചായ വേണോ പാല് വേണോ എന്നായി കുശിനി.
എങ്കിൽ പിന്നെ പാല് തന്നെ ആവാമെന്ന് തീരുമാനിച്ചു. പാൽ എനിക്കത്ര ഇഷ്ടമുള്ള സംഗതിയല്ല. യൂറോപ്യൻ പാൽ ഒന്ന് പരീക്ഷിച്ചു കളയാം എന്ന് കരുതി. ഒരു കപ്പ് പാൽ അകത്താക്കി റെസ്റ്റോറന്റ് ബോഗിയിലൂടെ ഇരിപ്പിടത്തിലേക്ക് നടന്നു. ബോഗികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക് ഡോറുകളാണ്. അതിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ മതി. സെൻസറുകൾ പ്രവർത്തിച്ച് വാതിലുകൾ താനെ തുറക്കും. തിരികെ എന്റെ ബോഗിയിലേക്ക് എത്തുമ്പോഴേക്കും ട്രെയിൻ ഗ്രാസ് പട്ടണത്തിലേക്ക് എത്തുകയാണെന്ന് മനസ്സിലായി. വിയന്ന കഴിഞ്ഞാൽ ഓസ്ട്രിയയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗ്രാസ്. ഇവിടെ 2 മിനിറ്റ് നേരമേ വണ്ടി നിർത്തൂ. ട്രെയിൻ നിന്നപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിലിറങ്ങി. വിയന്നയിലേതുപോലെ തന്നെ അതിഗംഭീരമായൊരു റെയിൽവേ സ്റ്റേഷനാണ് ഗ്രാസിലേതും. ലൈറ്റിങ്ങും ഡിസ്പ്ലേ ബോർഡുകളുടെ നിറവും മെറ്റാലിക് റൂഫും സുന്ദരമായ ഫ്ലോറുമെല്ലാം ഇത് പ്രതിഭാധനനായ ഒരു ഡിസൈനർ രൂപപ്പെടുത്തിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. ഓസ്ട്രിയയ്ക്ക് എല്ലാ കാര്യത്തിലും ഒരു തനത് ഗുണനിലവാരമുണ്ട്. യൂറോപ്യൻ നിലവാരമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. 21 പ്ലാറ്റ്ഫോമുകളുണ്ട് ഗ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ. എത്ര വിപുലമായ സ്റ്റേഷനാണിതെന്ന് മനസ്സിലാക്കാൻ ആ എണ്ണം മാത്രം മതി. താഴേക്കിറങ്ങാനുള്ള എസ്കലേറ്ററിലൂടെ ഇതാ ഒരാൾ മുകളിലേക്ക് ഓടിക്കയറുന്നു. 2 പേർ മത്സര ഓട്ടത്തിലാണ്. ആൾ കമഴ്ന്നടിച്ച് വീഴുന്ന ഷോട്ട് എനിക്ക് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഞാൻ എസ്കലേറ്റർ വഴി താഴേക്കിറങ്ങി. ഗ്രാസ് റെയിൽവേ സ്റ്റേഷന്റെ സബ്വേയിലേക്ക് ഇറങ്ങുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇരുണ്ടു മുഷിഞ്ഞ് ശ്വാസം മുട്ടുന്ന അന്തരീക്ഷമുള്ള ഒരിടമല്ല ഇവിടെ സബ്വേ. വളരെ പ്രസന്നമായ ഒരു സംവിധാനം. ഇത് ഭൂമിക്കടിയിലാണെന്ന് തോന്നുകയേയില്ല. വലിയൊരു ഷോപ്പിംഗ് മാളിനുള്ളിലൂടെ നടക്കുന്നത് പോലെയുണ്ട്. പക്ഷേ ഇവിടെയൊന്നും അധികം ജനത്തെ കാണുന്നില്ലെന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. വെള്ളിയാഴ്ചയുടെ സായന്തനമാണ്. നേരം 7:30 ആയിട്ടുണ്ടാകും. സാധാരണഗതിയിൽ ഇവിടെ ജനം നിറഞ്ഞൊഴുകേണ്ട ഒരു സമയമാണിത്. ഇവിടെ നിന്നിനി ഒരു എസ്കലേറ്റർ കയറി മെയിൻ ബിൽഡിംഗിലേക്ക് പോകണം. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ചുമരുകളിലും മച്ചിലുമുള്ള പെയിന്റിംഗ് ആകർഷകമായ കാഴ്ചയാവുന്നു. അമൂർത്ത ചിത്രങ്ങൾ. നേരം 7:30 ആവാൻ ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. ഇതാണ് സ്റ്റേഷന്റെ പ്രധാന ലോബി. ഇവിടെ കുറച്ച് ആളനക്കമുണ്ട്. എങ്കിലും ജനത്തിരക്കെന്ന് പറയാനാവില്ല. ധാരാളം ട്രെയിനുകൾ വരികയും പോവുകയും ചെയ്യുന്ന സ്റ്റേഷനാണിത്. സീലിംഗിലെ അമൂർത്ത ചിത്രങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും അതെന്റെ ക്യാമറയ്ക്ക് നല്ലൊരു വിരുന്നായി. പുറത്തിറങ്ങുമ്പോൾ രസകരമായ ഒരു കാഴ്ചയുണ്ട്. സ്റ്റേഷന്റെ മുൻഭാഗം അതിഗംഭീരമായ ഡിസൈനിൽ ഒരുക്കി വച്ചിരിക്കുന്നു. ശരിക്കും റെയിൽവേ സ്റ്റേഷന്റെ മുറ്റമാണിത്. ഇവിടെ അടുത്തുതന്നെയാണ് എനിക്ക് താമസിക്കാനുള്ള ഹോട്ടൽ എന്നറിയാം. നോക്കുമ്പോൾ മുന്നിൽ ഡാനിയേൽ എന്നൊരു ബോർഡ് കണ്ടു. അതുതന്നെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. സ്റ്റേഷനടുത്തുള്ള ഹോട്ടൽ ഞാൻ തിരഞ്ഞെടുത്ത് ബുക്ക് ചെയ്തതാണ്. രാത്രിയിൽ ഇവിടെ വന്നിറങ്ങുമ്പോഴും നാളെ മടങ്ങുമ്പോഴുമെല്ലാം ലഗേജും ചുമന്ന് വളരെ ദൂരം നടക്കേണ്ടതില്ല. ഇനി പെട്ടെന്ന് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. സ്റ്റേഷൻ കെട്ടിടത്തിൽ തന്നെ മക്ഡൊണാൾഡ്, സബ്വേ തുടങ്ങിയ ഇന്റർനാഷണൽ ചെയിനുകളുടെ ഔട്ട്ലെറ്റുകളുണ്ട്. കൊടും തണുപ്പിലൂടെ ഡാനിയേൽ ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. നേരം 7:30 ആയിട്ടേ ഉള്ളൂ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് മുറിയിൽ വെച്ച് നഗരത്തിന്റെ വൈകുന്നേര കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ഇത്രയും നേരത്തെ മുറിയിൽ കിടന്നുറങ്ങേണ്ട കാര്യമില്ലല്ലോ. ക്ഷീണമുണ്ട്. മഞ്ഞുവീഴ്ചയുള്ള ലുബ്ലിയാനയുടെ തെരുവിൽ ഇന്ന് പുലർച്ചെ തുടങ്ങിയതാണ് ചിത്രീകരണം. എങ്കിലും ഇനിയും ഒരു 3 മണിക്കൂർ കൂടി ജോലി ചെയ്യാനുള്ള ഊർജം അവശേഷിക്കുന്നുണ്ട്. ഹോട്ടലിനകത്തേക്ക് ചെന്നു. റിസപ്ഷന് നേരെ ദയവ് ചെയ്ത് ക്യാമറ തിരിക്കരുതെന്ന് അവിടെയിരുന്ന തരുണി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ആ ആവശ്യം ഞാനും അംഗീകരിച്ചു. ചെക്ക് ഇൻ നടപടികളൊക്കെ പെട്ടെന്ന് പൂർത്തിയായി. ഇടനാഴിയിലൂടെ മുറിയിലേക്ക് നടന്നു. 6-ാം നിലയിലാണ് മുറി.
615 നമ്പർ മുറിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് കയറി. കണ്ടംപററി ശൈലിയിലുള്ള ഒരു മോഡേൺ ഹോട്ടലാണ്. മുറിയിൽ മികച്ച സൗകര്യങ്ങൾ. അവിശ്വസനീയമാണ് ഈ ഹോട്ടലിലെ നിരക്ക്. ഏതാണ്ട് 2500 രൂപയേ ഉള്ളൂ ദിവസവാടക. യൂറോപ്യൻ നഗരങ്ങളിലേക്ക് ഓഫ് സീസണുകളിൽ വന്നാൽ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. നല്ല സൗകര്യങ്ങളുണ്ട്. കേരളത്തിൽ പോലും ഈ നിലവാരമുള്ള ഒരു ഹോട്ടൽ മുറിക്ക് കുറഞ്ഞത് 3500 രൂപ നൽകണം. ചൂടുവെള്ളത്തിൽ ഒരു കുളി കഴിഞ്ഞ് ഞാൻ ഡാനിയലിൽ നിന്നും പുറത്തിറങ്ങി. പുറത്തുനിന്നുള്ള ഹോട്ടൽ ബാൽക്കണികളുടെ കാഴ്ച ഇതാണ്. ലുബ്ലിയാനയിൽ എനിക്ക് ലഭിച്ച ഹോട്ടലിനേക്കാൾ മോഡേൺ ഹോട്ടലാണ്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അന്നൻ സ്ട്രാസെ എന്നറിയപ്പെടുന്ന തെരുവിലേക്കാണ് എത്തിയിരിക്കുന്നത്. രാത്രിയിൽ തെരുവിൽ ആളുകളില്ലാതില്ല. ചെറുപ്പക്കാരുടെ ചെറിയ സംഘങ്ങൾ ഇങ്ങനെ തെരുവിലൂടെ പോകുന്നുണ്ട്. അന്നൻ സ്ട്രാസയുടെ അങ്ങേയറ്റം വരെ പോകണം. അവിടെയാണ് നഗരചത്വരം. അവിടെയായിരിക്കണം വൈകുന്നേരത്തെ ആക്ടിവിറ്റികളെല്ലാം. വഴിയോരത്ത് ഇങ്ങനെ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. പക്ഷേ ഇവിടെയൊന്നും അധികം ആളുകളെ കാണുന്നില്ല. വെള്ളിയാഴ്ചയുടെ വൈകുന്നേരങ്ങളിൽ സജീവമാകുന്നതാണ് യൂറോപ്പിലെ ഇത്തരം തെരുവുകളുടെ പൊതു സ്വഭാവമെങ്കിൽ ഇവിടെ വിന്റർ ആയതിനാലാവാം മിക്ക കടകളും അടഞ്ഞുകിടക്കുന്നു. എന്നാൽ ഇവിടെ ചില പലചരക്ക് കടകൾ തുറന്നിരിപ്പുണ്ട്. അതെല്ലാം ടർക്കിഷ് ലെബനീസ് വംശജരുടെ കടകളാണ്. ട്രാമുകൾ സർവീസ് തുടരുന്നു. യൂറോപ്പിലെ ഇത്തരം നഗരങ്ങളിലൊന്നും ടാക്സികൾ കാണുന്നതേയില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയാണ് എല്ലാവരും യാത്രകൾക്ക് ഉപയോഗപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ട്രാമുകൾ. പ്രൗഢമനോഹരമാണ് ഈ നഗരങ്ങളിലെയെല്ലാം ട്രാമുകൾ. സമയകൃത്യതയുടെ കാര്യത്തിലും ഇത് മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഭൂരിഭാഗവും യാത്രയ്ക്കായി ഇത് ഉപയോഗപ്പെടുത്തുന്നു. ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ള ട്രാം പാസുകൾ എടുത്തുവച്ചാൽ ഇതിൽ നിരന്തരം യാത്ര ചെയ്യാം. ഇത്തരം പൊതുഗതാഗത സംവിധാനങ്ങളെയാണ് ബഹുഭൂരിപക്ഷം യൂറോപ്യൻ പട്ടണങ്ങളും ഉപയോഗപ്പെടുത്തുന്നത്. കുറച്ചുകൂടി നടന്നെത്തുമ്പോൾ തെരുവിൽ പലയിടത്തും ആൾത്തിരക്ക് കാണാം. ഇവിടെ ചില നൈറ്റ് ക്ലബ്ബുകളും ബാറുകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് പോകുന്നവരോ അവിടെ നിന്നിറങ്ങുന്നവരോ ആകാം. എങ്കിലും യൂറോപ്പിലെ വലിയൊരു നഗരത്തിന്റെ വീക്കെൻഡ് കാഴ്ചയല്ല ഇതെന്ന് എനിക്കറിയാം. അങ്ങനെ നടന്നെത്തുമ്പോൾ അകലെ ലൈറ്റപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പള്ളി കാണാം. ചരിത്രപ്രസിദ്ധമായ ഒരു ദേവാലയമാണിത്. മേഴ്സി ചർച്ച് ഓഫ് ദി അനൻസിയേഷൻ എന്നാണ് പള്ളിയുടെ പേര്. ഗ്രാസിലെ വളരെ പ്രസിദ്ധമായ ദേവാലയമാണിത്. മേഴ്സിഫുൾ ബ്രദേഴ്സ് എന്ന സന്യാസി സഭ 1615-ലാണ് ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 1636-ൽ ദേവാലയം ആരാധനയ്ക്കായി തുറക്കുകയും ചെയ്തു. അവിടെ നിന്നും വീണ്ടും നടന്നു. സുന്ദരമായ വഴിയിലൂടെ തിളങ്ങുന്ന ട്രാമുകൾ നീങ്ങുന്നു. ഇനിയും സ്ക്വയറിലേക്ക് എത്തിയിട്ടില്ല. സെൻട്രൽ സ്ക്വയർ ഒട്ടൊക്കെ സജീവമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതിവിടുത്തെ സുട്ടി റോളർ പ്ലാറ്റ്സ് എന്നറിയപ്പെടുന്ന ഭാഗമാണ്. പ്രമുഖ വാണിജ്യ സ്ഥാപനങ്ങളുടെ കാര്യാലയങ്ങളാണ് ഇക്കാണുന്ന മന്ദിരങ്ങളിൽ പ്രവർത്തിക്കുന്നത്. സുട്ടി റോളർ പ്ലാറ്റ്സും കടന്നു നടക്കുമ്പോൾ മുന്നിൽ മറ്റൊരു പള്ളിയുടെ ഗോപുരം കാണാം. ഫ്രാൻസിസ്കൻ ചർച്ചിൻ്റെ ഗോപുരമാണത്. ആ പള്ളിക്കും ഞാൻ നടക്കുന്ന തെരുവിനുമിടയ്ക്ക് ഒരു നദി ഒഴുകുന്നുണ്ട്. മൂർ നദി. അതിൻ്റെ കരയിലേക്കാണ് ഞാനിപ്പോൾ നടന്നെത്തുന്നത്. മൂർ നദിയുടെ ഇരുകരകളിലുമായി വളർന്ന പട്ടണമാണ് ഗ്രാസ്. ടൗൺ സ്ക്വയറും മറ്റും നദിയുടെ അങ്ങേക്കരയിലാണ്. അവിടെ തന്നെ പ്രമുഖമായ നിരവധി ചരിത്ര മന്ദിരങ്ങളുണ്ട്. ഓസ്ട്രിയയുടെ തന്നെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മന്ദിരങ്ങൾ. അക്കരെ വലിയൊരു കുന്നിൻ്റെ മുകളിൽ ഒരു ക്ലോക്ക് ടവർ കാണാം. നഗരത്തിൻ്റെ പുരാതന കാസിലും കോട്ടക്കൊത്തളങ്ങളുമെല്ലാം ഉള്ളത് ആ ഭാഗത്താണ്.
പഴയ കാസിൽ ഇരുളും വെളിച്ചവും ചേർന്ന് ഒരു ആധുനിക കലാസൃഷ്ടി പോലെ കാണാവുന്നു. ഇപ്പോൾ ഗാർണിസൺസ് മ്യൂസിയമാണ് ആ കാസിൽ. ഫ്രാൻസിസ്കൻ ചർച്ചിന്റെ ഗോപുരമാണ് ഗ്രാസിന്റെ പഴയ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതി. ഒരു ഫ്രാൻസിസ്കൻ സന്യാസി മഠത്തോട് ചേർന്ന് 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായതാണ് ദേവാലയം. ഇവിടെ പ്രത്യേക രീതിയിൽ ദീപാലങ്കാരങ്ങൾ നടത്തിയ ഒരു മന്ദിരമുണ്ട്. ഗ്രാസ് ആർട്ട് മ്യൂസിയമാണത്. നടന്ന് നദിയുടെ തീരത്തെത്തിയിരിക്കുന്നു. ഇതാണ് മൂർ നദി. മധ്യ യൂറോപ്പിലെ പ്രമുഖമായൊരു നദിയാണ് മൂർ. ആൽപ്സ് പർവ്വതത്തിൽ ഉത്ഭവിച്ച് 480 കിലോമീറ്റർ ഒഴുകി ഡാന്യൂബിൽ സംഗമിക്കുന്ന നദി. ഞാൻ മൂർ നദിക്ക് കുറുകെയുള്ള എർസർസോഗ് ജൊഹാൻസ് പാലത്തിലേക്ക് കയറി. നഗരത്തിലെ 2 പ്രധാന ഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന പ്രമുഖ പാലമാണ്. അത് കടന്നിട്ടും ചത്തുരത്തിലെത്തിയിട്ടില്ല. ഇനിയും ഒരു ബ്ലോക്ക് കൂടി പിന്നിട്ടാലേ അവിടെയെത്തൂ. ലുബ്ലിയാന പട്ടണത്തിൽ ഏതാണ്ട് 10 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഇന്ന്. ഇവിടെ ഗ്രാസിലെത്തിയ ശേഷമാകട്ടെ 2 കിലോമീറ്ററിലേറെ നടന്നു കഴിഞ്ഞു. തെരുവുകളിൽ അപൂർവമായേ ആളുകളുള്ളൂ. അരമണിക്കൂറിലേറെയായി ഞാൻ നടത്തം തുടങ്ങിയിട്ട്. ഒടുവിൽ ഞാൻ നടന്ന് സെൻട്രൽ സ്ക്വയറിൽ എത്തിയിരിക്കുന്നു. ഹോഫ്ത് പ്ലാറ്റ്സ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ചത്തുരം, ഗ്രാസ് പട്ടണത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ കേന്ദ്രബിന്ദുവായി എത്രയോ നൂറ്റാണ്ടുകളായി വർദ്ധിച്ചുവരുന്ന സ്ക്വയർ. ഇക്കാണുന്നത് ലൂ എഗ് ഹൗസ് എന്നറിയപ്പെടുന്ന മന്ദിരമാണ്. ഇങ്ങനെ കുറെ കടകൾ തുറന്നിരിപ്പുണ്ട്. അല്പം ഭക്ഷണം കഴിക്കണമെന്നതും ഇവിടേക്ക് വരാനുള്ള കാരണമായിരുന്നു. ട്രെയിനിൽ നിന്ന് കുടിച്ച 1 കപ്പ് പാല് മാത്രമാണല്ലോ വൈകിട്ടത്തെ പ്രധാന ഭക്ഷണം. സെൻട്രൽ സ്ക്വയറിൽ ധാരാളം ചെറിയ കടകളുണ്ടെന്ന് ഹോട്ടലിലെ ഒരു ജീവനക്കാരി പറഞ്ഞു തന്നിരുന്നു. ചെറിയ തട്ടുകടകൾ, സോസേജ്, സാൻഡ്വിച്ച്, ഹോട്ട് ഡോഗ് തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ലഭിക്കുന്ന കടകൾ. 2 യൂറോയും 3 യൂറോയുമെല്ലാമാണ് ഭക്ഷണവില. പക്ഷേ റെസ്റ്റോറൻറ്റിൽ കയറിയാണ് കഴിക്കുന്നതെങ്കിൽ 10-12 യൂറോ നൽകണം. ഞാനൊരു കടയിൽ നിന്നും ഒരു ഹോട്ട് ഡോഗും ജ്യൂസും വാങ്ങി കഴിച്ചുകൊണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ടും നടത്തം തുടരുകയാണ്. നേരെ മുന്നിൽ അക്കാണുന്നത് ഇവിടുത്തെ ടൗൺ ഹാളാണ്. ഇവിടെ ഒരു പ്രതിമയെ മധ്യത്തിലാക്കിക്കൊണ്ടുള്ള വലിയൊരു ഫൗണ്ടനുണ്ട്. ഗ്രാസിന്റെ ഭരണാധികാരിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ജൊഹാന്റെ പ്രതിമയാണ് മധ്യത്തിൽ. ഫൗണ്ടനരികിൽ നിന്നും നീണ്ടുകിടക്കുന്ന ഒരു തെരുവ്, ഹാറൻ സ്ട്രീറ്റ് എന്ന് ഇതറിയപ്പെടുന്നു. തെരുവ് ഏറെക്കുറെ വിജനമാണ്. പക്ഷേ എങ്ങു നിന്നോ ഒരു സംഗീതം ഒഴുകി വരുന്നുണ്ട്. ഹാറൻ സ്ട്രീറ്റിന്റെ ഓരത്ത് നിന്ന് ഒരാൾ സാക്സഫോൺ വായിക്കുകയാണ്. കാഴ്ചക്കാരില്ല. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ നിയോഗം ഇതാണെന്ന മട്ടിൽ ഇദ്ദേഹം പട്ടണത്തിന്റെ ഒരു ഭാഗത്തെയാകെ സാക്സഫോൺ കൊണ്ട് സംഗീത സാന്ദ്രമാക്കുന്നു. കലാകാരൻ മുന്നിൽ വച്ചിരിക്കുന്ന പാത്രത്തിൽ ഏതാനും നാണയത്തുട്ടുകൾ നിക്ഷേപിച്ച ശേഷം ഞാൻ നടത്തം തുടർന്നു. മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത ദേവാലയങ്ങൾ തെരുവിൽ അങ്ങിങ്ങി കാണാം. ചരിത്രമുറങ്ങുന്ന പള്ളികൾ. ചർച്ച് ഓഫ് ദി ഹോളി ബ്ലഡ് ആണ് അക്കാണുന്നത്. പള്ളികൾ മാത്രമല്ല, ഇവിടെ കാണുന്ന പല കെട്ടിടങ്ങൾക്കുമുണ്ട് വലിയ ചരിത്രം. അവയുടെ കാഴ്ചകളിലേക്ക് നാളെ പോകാമെന്നാണ് എൻ്റെ തീരുമാനം. 1440 സ്ഥാപിതമായതാണ് ചർച്ച് ഓഫ് ദി ഹോളി ബ്ലഡ്. അപ്രതീക്ഷിതമായി തെരുവിൽ ജനം നിറഞ്ഞിരിക്കുന്നു. ഒരു പാക്കേജ് ടൂറിന്റെ ഭാഗമായി ടൂർ ഗൈഡിനൊപ്പം വരുന്നവരാകാം. ഏതായാലും പെട്ടെന്ന് തെരുവാകെ സജീവമായിരിക്കുന്നു. ട്രാമുകൾ ഏത് സ്ട്രീറ്റിലുമുണ്ട്. ഗ്രാസിന്റെ രാവഴികളിലൂടെ ഞാൻ നടന്നു. വെങ്കലയുഗം മുതൽ തുടർച്ചയായി ജനം വസിച്ചു വരുന്ന ഒരു പ്രദേശം. പ്രഭുക്കന്മാരുടെയും ഹാബ്സ്ബർഗ് ചക്രവർത്തിമാരുടെയും മുതൽ സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറുടെ വരെ വിജയഘോഷയാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച തെരുവുകൾ. യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ ക്യാപിറ്റൽ ഓഫ് കൾച്ചർ എന്ന പദവി നൽകിയിരിക്കുന്ന നഗരം കൂടിയാണ് ഇന്ന് ഗ്രാസ്. സ്ക്വയറിൽ നിന്നും വന്ന വഴിയിലൂടെ തന്നെ ഇനി മടങ്ങണം.
ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു അരമണിക്കൂർ നടക്കാനുണ്ട് ഹോട്ടലിലേക്ക്. ആ വഴികൾ വീണ്ടും ഒരിക്കൽ കൂടി കാണിക്കുന്നില്ല. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ സമീപം എത്തിയിരിക്കുന്നു. ഇവിടെ തന്നെയാണ് ഡാനിയൽ ഹോട്ടൽ. രാത്രിയിൽ മനോഹരമാണ് ഡാനിയൽ ഹോട്ടലിന്റെ കാഴ്ച.